സപ്പോസ് നിങ്ങൾക്ക് ഒരു ലൈൻ ചാർട്ട് നിങ്ങൾക്ക് ഇതിൽ വരയ്ക്കണം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേറ്റ ഒരു ഡേറ്റ ഫ്രെയിമിൽ ഉണ്ട് എന്ന് വിചാരിക്കുക. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ഡേറ്റ ഫ്രെയിമിൽ ആക്ച്വലി 3 കോളംസ് ആണുള്ളത്. 3 കോളംസിന്റെ ടൈറ്റിൽ ABC എന്നാണ്. ചുമ്മാ കുറച്ച് റാൻഡം നമ്പേഴ്സ് ആണ് ആ 3 കോളത്തിലുള്ളത്. സോ ഞാനിവിടെ ജസ്റ്റ് അത് റീപ്ലേസ് ചെയ്യുവാണ്. ദെൻ st.line_chart എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിന്റെ അകത്തോട്ട് ആ ഡേറ്റ ഫ്രെയിം പാസ് ചെയ്താൽ മതി. ഇവിടെ numpy യൂസേജ് ഉണ്ട്, അതുകൊണ്ട് ഞാനത് കമ്മിറ്റ് ചെയ്യുവാണ്. ഓക്കെ, സോ അതിനുശേഷം ഞാനിവിടെ റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, സോ സിംപിളി വളരെ ഈസി ആയിട്ട് നമുക്കൊരു ലൈൻ ചാർട്ട്, ആക്ച്വലി 3 കോളംസ് കൊണ്ട് 3 കോളംസ് 3 കളറിൽ ABC എന്ന് പറഞ്ഞ് 3 കളറിൽ കാണിക്കുന്നു. അതിന്റെ ഒരു ലൈൻ ചാർട്ട് നമുക്കിവിടെ അപ്പിയർ ആയി വരുന്നു. ഓക്കെ, സോ ഇങ്ങനെയുള്ള ചാർട്ടുകളോ ഗ്രാഫുകളൊക്കെ കാണിക്കാനായിട്ട് വളരെ ഈസിയാണ് നമുക്ക് സ്ട്രീംലിറ്റ് യൂസ് ചെയ്തിട്ട്. സോ ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് തിങ്, നമുക്ക് മാപ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇൻഫർമേഷൻ വരുന്ന മാപ്പ് ഇൻഫർമേഷൻ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിന്റെ കോർഡിനേറ്റ് വാല്യൂസ് നമ്മൾ അതിൽ കൊടുക്കണം. ദെൻ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ദെൻ st.map എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഇത് സാൻ ഫ്രാൻസിസ്കോയിലെ കോർഡിനേറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ആക്ച്വലി, അതുകൊണ്ടാണ് അത് വരുന്നത്. ഈ ഓരോ പോയിന്റ് നമ്മൾ കൊടുത്തിട്ടുള്ള ഓരോ ജിയോ കോർഡിനേറ്റ് ലൊക്കേഷൻ ആണ്, ലോഞ്ചിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് വെച്ചിട്ട്. സോ നമുക്ക് നമ്മുടെ ലൊക്കേഷന്റെ സ്പേസ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൊടുക്കാൻ സാധിക്കും ആക്ച്വലി. ഐ തിങ്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മുടെ ലോക്കൽ കോർഡിനേറ്റ് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഐ തിങ്ക് ആ ഒരു കോർഡിനേറ്റ് വാല്യൂസ് ഞാൻ ഇവിടെ സേവ് ചെയ്ത് വെച്ചിരുന്നു, അതാണ് ഞാൻ ഇപ്പോൾ നോക്കിയത്. സോ np. ഓക്കെ, സോ അത് പ്രോപ്പറായിട്ട് ആ കറക്റ്റ് ഫോർമാറ്റിൽ കൊടുത്താൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളൊരു സിംഗിൾ പോയിന്റ് ആണ് കൊടുത്തത്. സോ നമുക്കിതിൽ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ഏത് ലൊക്കേഷനാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു മാപ്പ് ഉൾപ്പെടെ നമുക്ക് ആ നമ്മുടെ പോയിന്റ് മാർക്ക് ചെയ്തതിൽ കാണിക്കും. ഓക്കെ, സോ മാപ്സ് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കും. ദെൻ ഓക്കെ, ദെൻ ഇതിൽ നമുക്ക് ഇന്ററാക്ടിവിറ്റി, നമ്മുടെ യൂസർ ഇൻപുട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സോ അതിൽ ഒന്നാണ് സ്ലൈഡർ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ്. സോ ബേസിക്കലി ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു സ്ലൈഡർ ഒബ്ജക്റ്റ് നമുക്ക് ഇതിലോട്ട് ആഡ് ആവും. ദെൻ ആ സ്ലൈഡർ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ വാല്യൂ ഇറ്റ് വിൽ ചേഞ്ച്. സോ എന്താണ് ആ ചേഞ്ച് വരുന്നത് നമുക്ക് നോക്കാം.
സോ ജസ്റ്റ് ഇത് സേവ് ചെയ്തു. st.write ആണ് യൂസ് ചെയ്യുന്നത്. എക്സും റൈറ്റ് ചെയ്യുന്നുണ്ട്, എക്സിന്റെ സ്ക്വയറും റൈറ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ st.slider ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ സ്ലൈഡറിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചുള്ള വാല്യൂ എക്സ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. അതെടുത്ത് പ്രിന്റ് ചെയ്യാനുള്ള ലൈക്ക് ആ നമ്പറും ഞാൻ അതിന്റെ സ്ക്വയറും പ്രിന്റ് ചെയ്യാനുള്ള st.write വെച്ച് പ്രിന്റ് ചെയ്യാനുള്ള ഇതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. സോ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ അറിയാം എക്സിന്റെ വാല്യൂ കറന്റ് 0 to 100 ആണ് ഇതിന്റെ ഡിഫോൾട്ട് വാല്യൂസ്. സോ ഞാനിത് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ആ വേരിയബിളിലുള്ള വാല്യൂ ചേഞ്ച് ആവും. അതിനനുസരിച്ച് എൻ്റെ ഇവിടെ വരുന്ന പ്രിന്റ് ലൈക്ക് ഒറിജിനൽ നമ്പറും then അതിന്റെ സ്ക്വയറും ലൈക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കും. സോ ഈ രീതിയിൽ നമുക്ക് യൂസറിൽ നിന്നുള്ള ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യാം ലൈക്ക് യൂസിങ് എ സ്ലൈഡർ. ഇനി ഈ സ്ലൈഡറിന്റെ റേഞ്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ പോസിബിൾ. അത് st.sliderന്റെ ഡോക്യുമെന്റേഷൻ എടുത്ത് നോക്കിയാൽ മതി. സോ മിൻ വാല്യൂ മാക്സ് വാല്യൂ എന്ന് പറഞ്ഞ രണ്ട് വാല്യൂസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ളത് 0ഉം 100ഉം ആണ്. അതുകൊണ്ടാണ് 0 to 100 അത് പോയത്. സപ്പോസ് എനിക്കത് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ആഡ് ആ ഒരു വാല്യൂസും കൂടെ. മിൻ വാല്യൂ ഈക്വൽസ് 5, മാക്സ് വാല്യൂ ഈക്വൽസ് 10. ഓക്കെ, എന്നിട്ടാണ് ഞാനിവിടെ റിഫ്രഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ നൗ ഇത് ഇപ്പോൾ ഇത് ഡിഫോൾട്ട് സ്റ്റാർട്ടിംഗ് വാല്യൂ 5ലാണ്, മാക്സിമം പോസിബിൾ വാല്യൂ 10 ആണ്. സോ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, സ്ലൈഡേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാം, അതിന്റെ ഔട്ട്പുട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സോ സ്ലൈഡർ ഈസ് വൺ ഓപ്ഷൻ. ദെൻ നിങ്ങളുടെ ടെക്സ്റ്റുവൽ ഇൻപുട്ട് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ വി ക്യാൻ ആഡ് ടെക്സ്റ്റ് ഇൻപുട്ട്. സോ simply like I can assign it to a variable name, st.text input your name എന്ന് പറഞ്ഞിട്ട്. So the name enter is okay. So let's try that. സോ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് വന്നിട്ടുണ്ട്. സോ ഞാൻ എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് ബസ് എൻ്റർ. സോ വടവർ ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻ ആ വേരിയബിളിലോട്ട് സ്റ്റോർ ആവും. ദെൻ അത് st.write വഴി ഇവിടെ കാണിക്കും. ഓക്കെ, സോ ടെക്സ്റ്റ് ഇൻപുട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസറിൽ നിന്നുള്ള ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാനും ഓപ്പറേഷൻസ് ചെയ്യാനും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇത് മാത്രമല്ല നമുക്ക് ചെക്ക് ബോക്സസ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം പോസിബിൾ ആണ് ഇതിൻ്റെ അകത്ത് ആക്ച്വലി. സോ ഇവിടെ ചെക്ക് ബോക്സ് എനേബിൾ ആകുമ്പോൾ മാത്രം ഈ ഒരു ഡിസ്പ്ലേ ഒരു ഡേറ്റ ലൈക്ക് ഒരു ഡേറ്റ ഫ്രെയിം കാണിക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ മേ ബി അതിൻ്റെ ഒരു സിംപിളർ വെർഷൻ നമുക്ക് ചെയ്യാം. സോ st.checkbox ആണെങ്കിൽ മാത്രം st.write checkbox enable else st.write not. ഓക്കെ, സോ ഈ രീതിയിലാണ് ഞാൻ കൊടുത്തത്. സോ ഇവിടെ നോട്ട് ചെക്ക്ഡ് ആണ് ബൈ ഡിഫോൾട്ട് ആയിട്ട്. ഞാനത് ചെക്ക് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈസ് ഷോയിങ് ലൈക്ക് എനേബിൾ. അതുപോലെ നമുക്കൊരു ഗ്രാഫ് ഡിസ്പ്ലേ ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് ഡിസ്പ്ലേ ചെയ്യണോ വേണ്ടയോ അതിനൊക്കെ നമുക്ക് ചെക്ക് ബോക്സ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അത് എനേബിൾ ചെയ്യുന്നതനുസരിച്ച് റിമൈനിങ് ഓപ്പറേഷൻസ് ആയിരിക്കും അതിൽ നടക്കുന്നത്. സോ ഇതുപോലുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. ലൈക്ക് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത്. സോ ബേസിക്കലി നിങ്ങൾക്ക് st.text ഇൻപുട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മാക്സിമം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നൗ
നമുക്ക് ലൈക്ക് ഈ ഒരു ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത ലൈക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ ചെയ്ത അല്ലെങ്കിൽ ഫ്ലാസ്കിൽ ചെയ്ത ഫ്ലവർ ക്ലാസിഫിക്കേഷൻ ആപ്പ് നമുക്ക് ഈ പറയുന്ന സ്ട്രീമിൽ യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി വെരി ഈസി. സോ ഞാൻ ഈ ഒരു പാർട്ട് ഇതിനകത്ത് ഒഴിവാക്കുവാണ്. സോ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്തൊക്കെ വേണം, നമുക്ക് ആ ഒരു ട്രെയിൻ ചെയ്ത മോഡൽ ഫയൽ വേണം, ലൈക്ക് പിക്കിൾ ഫയൽ. ഞാൻ ഇതിവിടെ ഒരു മോഡൽ എന്ന് പറയുന്ന ഒരു ഫോൾഡറിൻ്റെ അകത്ത് ലൈക്ക് കൊണ്ട് ഇട്ടിരിക്കുകയാണ്. ദെൻ എൻ്റെ മെയിൻ ഡോട്ട് പി വൈ സ്ക്രിപ്റ്റ് ഫയൽ ഉണ്ട്. ദെൻ റിക്വയർമെന്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആസ് ഓഫ് നോ ലോക്കലി ടെസ്റ്റ് ചെയ്യാനായിട്ട് അത് ഇമ്പോർട്ടൻ്റ് അല്ല, ബട്ട് ഡിപ്ലോയ്മെന്റിൽ വരുമ്പോൾ അത് ആവശ്യം വരും. ബട്ട് റൈറ്റ് നോ ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ സ്ട്രീംലിറ്റ് വേണം, അതുപോലെ പാൻഡാസ് ഇഫ് നീഡഡ്. ഈ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമില്ല. ഈ ഒരു എക്സാമ്പിളിൽ NumPy ആവശ്യമാണ് ഇമ്പോർട്ട് നമുക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ആ ഫയൽ ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് OS ലൈബ്രറി ആവശ്യമാണ്. ഇവിടെയാണ് ഫയൽ ലോഡിംഗ് കൊടുക്കുന്നത്. സോ ഫയലിന്റെ പേര് ഞാനിവിടെ കൊടുക്കുന്നു lr_model.pickle. ദെൻ എനിക്ക് ഫയൽ ഓപ്പൺ ചെയ്ത് ഒരു മോഡലിലോട്ട് ലോഡ് ചെയ്യണം. സോ കറന്റ് അത് മോഡൽ എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ path.join കൊടുത്തിട്ട് മോഡൽ ഫയൽ നെയിം കൊടുക്കുന്നു. അത് വിത്ത് ഓപ്പൺ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാനത് ഓപ്പൺ ചെയ്യുന്നത്. അവിടെ ഞാൻ pickle.load എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് ഇതൊരു വേരിയബിളിലോട്ട് ട്രെയിൻഡ് മോഡലിനെ ലോഡ് ചെയ്യുന്നു. സോ ലോഡ് ചെയ്തതിന് ശേഷം എനിക്ക് 4 ഇൻപുട്ട് യൂസറിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാം. സോ ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പൽ ലെങ്ത്, ദെൻ സെപ്പൽ ലെങ്ത്, സെപ്പൽ വിഡ്ത്ത്, ബെറ്റൽ ലെങ്ത്, ബെറ്റൽ വിഡ്ത്ത്. സോ ഇതെല്ലാം ന്യൂമറിക്കൽ ഇൻപുട്ട് ആണ്. നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ഇൻപുട്ട് ആണ് കണ്ടത്. അതുപോലെ തന്നെ ന്യൂമറിക് ഇൻപുട്ട് ആയിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ ഇൻപുട്ട് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇത് നാലും ന്യൂമറിക് ഇൻപുട്ട് തന്നെ ആയതുകൊണ്ട് എല്ലാത്തിനും st.number ഇൻപുട്ട് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ പിക്ക് കമ്മിറ്റ് ചെയ്തില്ല ലൈബ്രറി ഇമ്പോർട്ട്. ദെൻ നമുക്കൊരു predict ബട്ടൺ ആവശ്യമാണ്. സോ ആ ബട്ടൺ, അതിന്റെ predict എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ആകുമ്പോൾ മാത്രം നമുക്ക് ഇതിന്റെ പ്രൊഡിക്ഷൻസ് എടുക്കണം. സോ ഞാൻ അവിടെ ഒരു ഇഫ് കണ്ടീഷൻ കൊടുക്കുന്നു. സോ ദെൻ ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇൻപുട്സ് എല്ലാം ഒരു NumPy array ആക്കി മാറ്റിയിട്ട് ആ NumPy array lr_model.predictന്റെ അകത്തോട്ട് നമ്മൾ പാസ് ചെയ്യുന്നു. സോ ഈ മോഡൽ നമുക്കൊരു ഔട്ട്പുട്ട് തിരിച്ചു തരും. അതും ഒരു 2D array ആയിട്ടാണ് വരുന്നത്. അതിനെ 1D array ആക്കാൻ അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വാല്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഡിക്ഷൻ അല്ലെങ്കിൽ pred of 0 എന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കുന്നത്. അത് സിമ്പിളി st.write വെച്ചിട്ട് ഞാനത് പ്രിന്റ് ചെയ്ത് കാണിക്കുന്നു. സോ ഇത്രയും ആണ് ഇതിനകത്ത് ബേസിക്കലി വരുന്നത്. സോ നമുക്ക് ഇതൊന്ന് റീലോഡ് ചെയ്യാം. ഓക്കെ, സോ ന്യൂമറിക് ഇൻപുട്ടിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അതിന്റെ ബോക്സസ് ഇങ്ങനെയാണ് വരുന്നത്. സോ ഇവിടെ എനിക്ക് വാല്യൂസ് എൻ്റർ ചെയ്യാം. ഓക്കെ, സം വാല്യൂസ് ഞാൻ എൻ്റർ ചെയ്യുവാണ്. അതിനുശേഷം predict ബട്ടൺ കൊടുക്കുന്നു. സോ എനിക്കൊരു ഔട്ട്പുട്ട് മോഡലിൽ നിന്നുള്ള ഔട്ട്പുട്ട് അത് തിരിച്ച് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. സോ വേണമെങ്കിൽ എനിക്ക് ഇതോടെ സിമ്പിൾ ലൈക്ക് കുറച്ചും കൂടെ ഒരു വലിയ ഫോണ്ടിൽ വേണമെന്നുണ്ടെങ്കിൽ I can give it like instead of white I can use title. So ഒന്നുകൂടെ വേറെ ഇൻപുട്ട് കൊടുത്ത് നോക്കാം. ഓക്കെ, ടൈറ്റിൽ ഓപ്ഷൻ ഇവിടെ വർക്കൗട്ട് ആയില്ല. ഓക്കെ, ഇത് രണ്ട് ആർഗ്യുമെന്റ്സ് ഉള്ളത് കൊണ്ടായിരിക്കാം അത് വർക്കൗട്ട് ആവാത്തത്. st.title അത് വർക്കൗട്ട് ആയില്ല. സോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ ടെക്സ്റ്റ് ഇൻഫർമേഷൻ ഇല്ലാതെ തന്നെ കൊടുത്തു നോക്കാം. ഫ്ലവറീസ് എന്ന് പറയുന്ന മെസ്സേജ് ഇല്ലാതെ ജസ്റ്റ് പ്രൊഡിക്ഷൻ മാത്രം നമുക്ക് കൊടുക്കാം. ഓക്കെ, സോ പ്രൊഡിക്ഷനോടെ റൈറ്റ് ആവും. സോ കോമ ആയിട്ട് അതിൽ നമുക്ക് എഴുതാൻ പറ്റില്ല st.title ലൈക്ക് പ്രിന്റിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ.
റൈറ്റിൻ്റെ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ബേസിക്കലി ലൈക്ക് ഇത്ര ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ആയിട്ട് ഒരു മോഡൽ ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസർ ഇൻപുട്ട് റേഞ്ച് മോഡൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഫയലായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ലൈക്ക് ലോക്കലി ടെസ്റ്റ് ചെയ്യാൻ പറ്റും യൂസിങ് സ്ട്രീംബിറ്റ്. ബട്ട് ഇവിടെ നിങ്ങൾക്ക് അതിലുള്ള ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിന്റെ ഈ പറയുന്ന ന്യൂമറിക്കൽ ഇൻപുട്ടിന്റെ നമ്മളിവിടെ ഈ ഒരു st.number നമ്പർ ഇൻപുട്ട് ആണ് കൊടുത്തത്. സോ st.number നമ്പർ ഇൻപുട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്തുള്ള ഫീച്ചേഴ്സ് മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അഡീഷണൽ ആയിട്ട് അതിന്റെ വേറെ എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് വരുത്താൻ പറ്റില്ല. കാരണം ഇവിടെ ചിലപ്പം ഇതിന്റെ വിസിബിലിറ്റി, പ്ലേസ് ഹോൾഡർ, മിൻ വാല്യൂ, മാക്സിമം വാല്യൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഉണ്ടാവും. അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് അതിന്റെ ഡിസൈനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ചെയ്യാൻ പറ്റില്ല. സോ ആ ഒരു ഫ്ലെക്സിബിലിറ്റി കൂടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലാസ്ക് പോലുള്ള ഫ്രെയിം വർക്ക് യൂസ് ചെയ്യണം. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് ക്വിക്ക് ആയിട്ട് ഒരു ആപ്പ് ബിൽഡ് ചെയ്യാനാണെങ്കിൽ സ്ട്രീംബിറ്റ് തന്നെ ധാരാളം മതിയാകും. ഓക്കെ, സോ